ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ അമ്മൂസ് കളക്ഷൻ ചാനലിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ഡിസ്കൗണ്ട് സെയിലാണ്. എല്ലാം വളരെ വില കുറഞ്ഞ റേറ്റിലാണ് ഇന്നത്തെ സാരീസ് എല്ലാം. പല മെറ്റീരിയലുണ്ട്. കോയിൽ കോട്ടൺ ഉണ്ട്, ചെക്ക് കോട്ടയുണ്ട്, അല്ലാതെ കോട്ടൺ ചെക്ക് കോട്ട അല്ലാണ്ട് വെറും ചെക്ക് മാതിരിയുള്ള മെറ്റീരിയൽ ഉണ്ട്. കോട്ടണിൽ തന്നെ ചെക്ക് ഉണ്ട്, പക്ഷെ പ്യുവർ ചെക്ക് കോട്ടയല്ല. ആ ഒരു മെറ്റീരിയൽ ആയിട്ടുള്ള അങ്ങനത്തെ 3 ടൈപ്പ് മെറ്റീരിയൽസ് ആണ് നമ്മൾ ഇന്ന് കാണുന്നത്. എല്ലാത്തിലും അത്യാവശ്യം നല്ലോണം തന്നെ എംബ്രോയിഡറിയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡിസ്കൗണ്ട് സെയിലാണ്. സ്റ്റാർട്ടിംഗ് റേഞ്ച് 980 റുപ്പീസിനാണ് സ്റ്റാർട്ടിംഗ് റേഞ്ച്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് ഓരോ സാരീസും കാണാം. നമുക്ക് താഴെ എപ്പോഴും വാട്സപ്പ് നമ്പർ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള ഏത് സാരിയാണെന്ന് വെച്ചാൽ ഉടനെ തന്നെ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാം. അപ്പം ആദ്യത്തെ സാരി തന്നെ ഒരു നല്ല ഡാർക്ക് പേർപ്പിൾ ഷെയ്ഡിലുള്ള ഒരു കോയിൽ കോട്ടൺ മെറ്റീരിയലാണ്. അപ്പം അതിൻ്റെ അകത്ത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു എംബ്രോയ്ഡറി ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നിറച്ചും ഡിസൈനിങ് ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഡെയിലി വെയറിനൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ മെറ്റീരിയലാണ് ഈ കോയിൽ കോട്ടണൊക്കെ. അപ്പോൾ അതിൻ്റെ അകത്ത് റോസിറ്റി സ്റ്റിച്ച് നടുക്കൊരു പേളുമായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. കുഞ്ഞ് ലീവ്സാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഡിസൈൻ ചെയ്തത്. മുന്താണിയുടെ ഒരു സൈഡിലേ ഉള്ളൂ ഇതുപോലത്തെ ഒരു കുഞ്ഞ് ഡിസൈനാണ് മുന്താണിയുടെ ഒരു സൈഡിൽ. പിന്നെ ഉടനെ തന്നെ ഒരു 6 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് അടുത്ത ഡിസൈൻ വന്നിട്ടുണ്ട്. അത് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഗ്യാപ്പിൽ അടുത്തൊരു ഡിസൈനും വന്നിട്ടുണ്ട്. അപ്പോൾ റണ്ണിങ് പോർഷനിൽ രണ്ട് ഡിസൈനും മുന്താണിയിൽ ഒരു ഡിസൈനുമാണ് വരുന്നത് ഇങ്ങനത്തെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫ്രണ്ടിൽ ഷോൾഡർ പ്ലീറ്റിലാണ്. ഷോൾഡർ പ്ലീറ്റിലും ഇതുപോലെ തന്നെ 3 ഡിസൈനാണ് അടുപ്പിച്ച് വരുന്നത്. നല്ല സ്റ്റാർച്ച് ആയിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. നമ്മൾ വാഷ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് സ്റ്റിഫ്നെസ് കുറയും. സ്റ്റാർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല വട്ടി പോലെ നിൽക്കുന്ന ഒരു മെറ്റീരിയലാണ് സ്റ്റാർച്ച് ചെയ്തത്. അത് നമുക്ക് എന്തോരം നല്ല സ്റ്റിഫ്നെസ് വേണം അതനുസരിച്ച് നമുക്ക് സ്റ്റാർച്ച് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നല്ല സ്റ്റിഫായിട്ടിരിക്കുന്ന ഒരു മെറ്റീരിയലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇത്രയേ ഉള്ളൂ ഡിസൈനിങ്. മുന്താണിയിൽ 1 റണ്ണിങ് പോർഷനിൽ 2 ഫ്രണ്ടിൽ 3. അപ്പോൾ നമ്മൾ കാണുന്ന പോർഷൻസിൽ മാത്രമാണ്. താഴത്തോട്ട് ഡിസൈനിങ് വരുന്നില്ല. താഴത്തോട്ട് ഡിസൈനിങ് ഇല്ല. മേലിൽ ഫ്രണ്ടിൽ കാണുന്ന പോർഷനിലാണ് ഡിസൈൻസ് എല്ലാം വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്താൽ മതി. ഇതിൻ്റെ റേറ്റ് 980 റുപ്പീസാണ്. ഇതിൻ്റെ അകത്ത് ആ ബേബി പിങ്ക് കളർ ബ്ലൗസ് പീസോ അല്ലെങ്കിൽ സെയിം കളർ ബ്ലൗസ് പീസ് ഇട്ടാലും നല്ലതായിരിക്കും കോട്ടൻ്റെ. അപ്പോൾ ഇങ്ങനെയാണ്. എന്നിട്ടൊരു കുഞ്ഞ് പൈപ്പിംഗ്, ഈ കളർ പൈപ്പിങ്ങും കൂടെ കൊടുത്താൽ കുറച്ചുകൂടെ നമുക്ക് ഒരു സാരിക്ക് ഭംഗി കൂട്ടാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മുടെ ആദ്യത്തെ സാരി വരുന്നത്. ഇതിൻ്റെ റേറ്റ് 980 ആട്ടോ. അടുത്തത് വന്നിട്ട് ലെമൺ യെല്ലോ ചെക്ക് കോട്ട സാരിയാണ്. അതിൻ്റെ അകത്ത് നമ്മൾ സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ഡിസൈനിങ് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു കുഞ്ഞ് ലേസി ഡിസൈനാണ്. ഒരു കുഞ്ഞ് ഫ്ലവർ ബഞ്ച്. അതിൻ്റെ അകത്ത് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞൊരു കളർ കോമ്പിനേഷനാണ്. വളരെ സെറ്റിലായിട്ടുള്ള കളർ കോമ്പിനേഷനാണ് ഫ്ലവേഴ്സിന് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നടുക്ക് ഒരു കുഞ്ഞ് വൈറ്റ് കളർ ഫ്രഞ്ച് നോട്ടും ലീവ്സിനൊക്കെ ആണെങ്കിൽ ഡാർക്ക് ഒലീവ് ഗ്രീൻ ലീവ്സുമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കളർ കോമ്പിനേഷനാണ് ഈ ഒരു സാരീനെ നമ്മൾ അട്രാക്റ്റീവായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. നല്ല സിമ്പിളായിട്ടുള്ളൊരു കളർ കോമ്പിനേഷനാണ്. ഇത് മുന്താണിയിലൊരു ഡിസൈൻ കഴിഞ്ഞാൽ പിന്നെ റണ്ണിങ് പോർഷനിലൊരു ഡിസൈൻ ഉണ്ട് ഇതുപോലത്തെ. പിന്നെ ഫ്രണ്ടിൽ ഷോൾഡർ പ്ലീറ്റിൻ്റെ അവിടെയാണ് വരുന്നത്. ഷോൾഡർ പ്ലീറ്റിൻ്റെ അവിടെ 4 ഡിസൈനാണ് അടുപ്പിച്ച് വരുന്നത്. 4 ഡിസൈൻ ഇതുവരെ അടുപ്പിച്ച് 4 വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് റൈറ്റ് ലെഗ് ബോട്ടം പോർഷൻ ഇതുപോലത്തെ തന്നെ ഒരു ഡിസൈൻ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും വരുന്നുണ്ട്. അത് ഇവിടെയാണ് വരുന്നത്. റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ ഇങ്ങനെ സ്റ്റാൻഡിങ് പൊസിഷനിൽ ഒരു ഡിസൈൻ വരുന്നുണ്ട്. മൊത്തത്തിൽ ഫ്രണ്ടിൽ 4 ഡിസൈൻ, മുന്താണിയിൽ 1, റണ്ണിങ് പോർഷനിൽ 1, പിന്നെ കാലിൻ്റെ അവിടെ 1. അങ്ങനെ 7 ഡിസൈൻസ് ആണ് ഈ ഒരു സാരിയിൽ വരുന്നത്. അപ്പോൾ ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 1400 ആണ് ഇതിൻ്റെ റേറ്റ്. ഇനി അടുത്ത സാരി കാണിച്ചു തരാം. അടുത്ത സാരി കോയിൽ കോട്ടണിൽ തന്നെ വേറൊരു കളറാണ് അടുത്ത സാരി ഒരു ലാവൻഡർ ഷെയ്ഡ് കോയിൽ കോട്ടൺ സാരിയാണ്. അതിൻ്റെ മുന്താണിയിൽ ഓറഞ്ച് ആൻഡ് ഡബിൾ ഷെയ്ഡ് ലീവ്സ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഓറഞ്ച് ഫ്ലവേഴ്സും ഡബിൾ ഷെയ്ഡഡ് ലീവ്സും ആണ് കൊടുത്തിരിക്കുന്നത്. മുന്താണിയുടെ ഒരു സൈഡിൽ മറു സൈഡിലും ഒരു കുഞ്ഞ് ഡിസൈനിങ് കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു കുഞ്ഞ് ഡിസൈനിങ്ങേ കൊടുത്തിട്ടുള്ളൂ. ഈ ഒരു തണ്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളൂ.
അതുപോലെ തന്നെ റണ്ണിങ് പോർഷനിലും ഒരു കുഞ്ഞ് ഡിസൈനിങ് കൊടുത്തിട്ടുണ്ട്. റണ്ണിങ് പോർഷനിലും ഇതുപോലെ ഒരു കുഞ്ഞ് ഡിസൈനാണ് റണ്ണിങ് പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫ്രണ്ടിലാണ് ഷോൾഡർ പ്ലീറ്റിൻ്റെ അവിടെ ഇപ്പം മുന്താണിയിൽ കണ്ടോർത്ത് ഒരു വലിയ ഡിസൈനും പിന്നെ ഒരു കുഞ്ഞു ഡിസൈനും പിന്നെ ഒരു വലിയ ഡിസൈനും, അങ്ങനെ 3 ഡിസൈൻസ് ആണ് ഫ്രണ്ടിൽ ഷോൾഡർ പ്ലീറ്റിൽ വരുന്നത്. വലുത്, കുഞ്ഞത്, വലുത്. ഇതുപോലെ തന്നെ ഒരു ഡിസൈൻ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് ഇത്. ഫുള്ളായിട്ടില്ല കേട്ടോ, റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ മുഴുവനായിട്ടല്ല കൊടുത്തിരിക്കുന്നത്, ഒരു ഹാഫ് പോർഷനേ ഉള്ളൂ. അപ്പം റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ ഇതുപോലത്തെ ഒരു ഡിസൈനാണ് വരുന്നത്. അപ്പം മൊത്തത്തിൽ ഇതിൻ്റെ അകത്ത് വലിയ ഡിസൈൻ 3 ഇതുപോലത്തെ ചെറിയ ഡിസൈൻസും 3 ഉള്ളത്. ഒന്ന് മുന്താണിയുടെ അപ്പുറത്തെ പോർഷനിൽ, പിന്നെ റണ്ണിങ് പോർഷനിൽ, പിന്നെ ഫ്രണ്ടിൽ 2 വലുതിൻ്റെ ഇടയിൽ ഒരെണ്ണം, പിന്നെ കാലിൻ്റെ അവിടെ. അങ്ങനെയാണ് 4 കുഞ്ഞു ഡിസൈനും 3 വലിയ ഡിസൈനുമാണ് ഈ സാരിയിലുള്ളത്. അപ്പം ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 1350 ആണ് ഇതിൻ്റെ റേറ്റ്. ഇനി അടുത്തത് ഇതുപോലത്തെ തന്നെ ഒരു കോയിൽ കോട്ടൺ സാരിയാണ്. കളറ് ഒരു ലൈറ്റ് പീച്ച് ഷെയ്ഡാണ് അതിൻ്റെ കളറ്. അതിൻ്റെ അകത്ത് നമ്മൾ ചെയ്തിരിക്കുന്നത് നേരത്തെ നമ്മൾ കാണിച്ചായിരുന്നു, കട്ട് വർക്ക് എഫക്റ്റ് ഉള്ള ഹണികോം സ്റ്റിച്ച്. അതുപോലത്തെ ഒരു ഡിസൈനിങ് ആണ്, ഒരു സ്ക്വയർ ഡിസൈൻ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. സ്ക്വയർ ഡിസൈനിങ് ചെയ്തിരിക്കുന്നത് ഇതുപോലെയാണ്. അതിൻ്റെ ഉള്ളിൽ ഈ സ്ക്വയർ, ഇപ്പോൾ കട്ട് വർക്കൊക്കെ നമുക്ക് സ്ക്വയർ ഡിസൈനിൻ്റെ ഉള്ളിൽ ഒരു ഫ്ലവർ ചുറ്റും കട്ട് വർക്ക് ചെയ്ത ഡിസൈൻ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതുപോലത്തെ ഒരു എഫക്റ്റ് തന്നെയാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ വരുത്തിയിരിക്കുന്നത്. ഒരു സ്ക്വയറിൻ്റെ അകത്ത് നിറച്ചും ഹണിക്കോമ്പ്, നടുക്ക് ഫ്ലവേഴ്സുമാണ് തയ്ച്ചിരിക്കുന്നത്. ഈ ഫ്ലവേഴ്സ് എല്ലാം വളരെ ലൈറ്റ് പിങ്കും കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. ഡാർക്ക് ഷെയ്ഡ് പിങ്ക് യൂസ് ചെയ്തിട്ടാണ് ഹണിക്കോം സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. കുറേ പേര് ഈ ഹണികോം സ്റ്റിച്ച് എങ്ങനെയാണ് തയ്ക്കേണ്ടതെന്നുള്ളതിൻ്റെ വീഡിയോ ഇടാൻ പറഞ്ഞിട്ടുണ്ട്. ഉടനെ തന്നെ ഇടുന്നതായിരിക്കും അതിൻ്റെ വീഡിയോ. അപ്പോൾ ഇങ്ങനെ ഒരു ഡിസൈനാണ് നമ്മുടെ മുന്താണിയിൽ ഒരു ഡിസൈൻ വരുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഫ്രണ്ടിലാണ് വരുന്നത്, ഷോൾഡർ പ്ലീറ്റിൻ്റെ അവിടെയാണ് വരുന്നത്. ഷോൾഡർ പ്ലീറ്റിൽ ഒരു ഡിസൈൻ കഴിഞ്ഞിട്ട് ഒരു 10 ഇഞ്ച് ഗ്യാപ്പ് കഴിഞ്ഞ് അടുത്ത സ്ക്വയർ വരുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ 2 ഡിസൈൻസ് ആണ് ഇതുപോലത്തെ വരുന്നത്. ഒന്ന് ഷോൾഡറിൽ പിന്ന് കുത്തി കഴിഞ്ഞാൽ ആ ഉടനെ തന്നെ വരുന്നു. അത് കഴിഞ്ഞിട്ട് 10 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് അടുത്ത ഡിസൈൻ വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതുപോലത്തെ തന്നെ ഒരു ഡിസൈൻ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും ഉണ്ട്. മൊത്തത്തിൽ ഈ സാരിയിൽ 4 ഡിസൈനേ ഉള്ളൂ. പക്ഷേ ഇത് തയ്ക്കാൻ കുറച്ച് സമയം എടുക്കുന്നതുകൊണ്ട് ഇതിൻ്റെ റേറ്റ് 1350 ആണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഓർക്കും ഇതെന്താണ് 4 ഡിസൈൻ ഇട്ടുള്ളൂ, റേറ്റ് മറ്റേതിൻ്റെ എത്രയും തന്നെ ഉണ്ടല്ലോ എന്ന്. അതിൻ്റെ റേറ്റ് കൂടാനുള്ള കാരണം ഇത് ചെയ്യാൻ വർക്കിന് എഫോർട്ട് ഉള്ളത് കൊണ്ടാട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ഒരു സാരി. ഇനി അടുത്ത സാരി ചെക്കോട്ട പോലെ തന്നെ ഇരിക്കുന്ന ഒരു കോട്ടൺ ചെക്ക് മെറ്റീരിയലാണ്. പക്ഷെ പ്യുവർ കോട്ടൺ ചെക്കോട്ടയല്ല. നമ്മൾ ആദ്യം കണ്ട ലെമൺ യെല്ലോ ചെക്കോട്ട ആ മെറ്റീരിയൽ അല്ല. അതിൽ നിന്നും കുറച്ചും കൂടെ ഈ ചെക്സിന് കുറച്ചും കൂടെ അകൽച്ച കൂടും. ആദ്യം കണ്ട ചെക്കോട്ടേനേക്കാളും കുറച്ചും കൂടെ അകൽച്ചയുള്ള ഒരു മെറ്റീരിയലാണ് ഇത്. കടകളിൽ ചിലപ്പം കോട്ടൺ ചെക്കോട്ട എന്ന് തന്നെ പറഞ്ഞിട്ടായിരിക്കും ചില കടകളിൽ കൊടുക്കുന്നത്. പക്ഷെ ആക്ച്വലി ഇത് കോട്ടൺ ചെക്കോട്ടയല്ല, ചെക്കുള്ള ഒരു സ്ക്വയർ ബോക്സസ് ഉള്ള ഒരു മെറ്റീരിയൽ, കോട്ടൺ മെറ്റീരിയലാണ്. അപ്പം അതിൻ്റെ അകത്താണ് നമ്മൾ മുന്താണിയിൽ ഇങ്ങനെ ഒരു പേർപ്പിൾ ഷെയ്ഡും കൊണ്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പേർപ്പിളും ഡാർക്ക് പേർപ്പിൾ ഷെയ്ഡുമാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഫ്ലവേഴ്സ് തയ്ക്കാൻ. ലീവ്സ് ലൈറ്റ് ഗ്രീൻ കളറുമാണ് കൊടുത്തിരിക്കുന്നത്. മുന്താണിയുടെ ഒരു സൈഡിൽ ഇതുപോലത്തെ ഒരു ഡിസൈനും മറു സൈഡിൽ അതിൻ്റെ കുഞ്ഞ് ഡിസൈനുമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ റണ്ണിങ് പോർഷനിൽ ഇതുപോലത്തെ ഒരു ഡിസൈനാണ് റണ്ണിങ് പോർഷനിൽ വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഷോൾഡർ പ്ലീറ്റ് നിറച്ചും വർക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഷോൾഡർ പ്ലീറ്റ് വരുന്നത്. ഫ്രണ്ടിൽ ഫുള്ളും അത്യാവശ്യം നല്ല ഹെവി വർക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. നല്ല വലിയ ഫ്ലവേഴ്സുമാണ്, നല്ല നീളത്തിൽ ഡിസൈനിങ്ങും ഉണ്ട്. ഇതാണ് ഫ്രണ്ടിൽ വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ഒരു 2 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഒരു കുഞ്ഞ് ഡിസൈനും കൊടുത്തിട്ടുണ്ട്. റണ്ണിങ് പോർഷനിൽ കൊടുത്ത ഡിസൈനും കൊടുത്തിട്ടുണ്ട്. കാലിൻ്റെ അവിടെയും റൈറ്റ് ലെഗ് ബോട്ടം പോർഷൻ്റെ അവിടെയും ഇതുപോലത്തെ ഒരു ഡിസൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത്. നീളത്തിൽ മുന്താണിയുടെ അപ്പുറത്തെ പോർഷനിൽ തയ്ച്ച ആ ഒരു സെയിം ഡിസൈനാണ് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ നമ്മൾ തയ്ച്ചിരിക്കുന്നത്. അപ്പം ഇതുപോലെയാണ് ഇതിൻ്റെ അകത്ത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഫ്രണ്ടിൽ ഈ ഒരു യെല്ലോയിഷ് കളറാണ്, നമ്മുടെ സാൻഡിലിൻ്റെ കളറിൽ യെല്ലോയിലും കൂടെ ചേർന്ന ഒരു കളറാണ് ഈ സാരിയുടെ കളറ്. ഒരു നല്ലൊരു യെല്ലോ ഷെയ്ഡാണ്. അതിൻ്റെ അകത്ത് നമ്മൾ ഈ പേർപ്പിൾ കളർ ത്രെഡ് യൂസ് ചെയ്തേക്കണം. നല്ല തെറിച്ച് നിൽക്കുന്നുണ്ട്.
ഇത്രയും ലെങ്ത്തിലുള്ള ഡിസൈനും കൂടി ആയതുകൊണ്ട് കുറച്ച് നമുക്ക് എടുത്ത് കാണിക്കുന്നുണ്ട്. ഇതും റെഡി ഫോർ സീലാണ്. ഇതിൻ്റെ റേറ്റ് 1400 ആണ് ഇതിൻ്റെ റേറ്റ്. അപ്പം ഏറ്റവും അവസാനത്തെ സാരി നമ്മുടെ ചെക്കോട്ടയാണ്. അപ്പം ഞാൻ ഈ ചെക്കോട്ടയും ഈ മെറ്റീരിയലും കൂടെ ഒന്നുകൂടെ ഒന്ന് വെച്ച് കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ മെറ്റീരിയലിൻ്റെ വ്യത്യാസം മനസ്സിലാകും. അപ്പം ഇതൊരു ബ്ലൂ ചെക്കോട്ടയാണ്. ഈ ബ്ലൂ ചെക്കോട്ടയുടെ ചെക്ക് കണ്ടോ, ഞാൻ കൈ വെച്ച് കാണിച്ചു തരാം. ഇടയിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈ ചെക്കും അതുപോലെ തന്നെ ഈ ചെക്കുമായിട്ടുള്ള വ്യത്യാസം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും. ഇതിൻ്റെ ഈ ഒരു ചെക്കിൻ്റെ ഉള്ളിൽ കുഞ്ഞു കുഞ്ഞു വേറെ സ്ക്വയർ ബോക്സസ് നിങ്ങൾക്ക് കാണാം. ഇതിൻ്റെ അകത്ത് ഒരു സ്ക്വയർ ബോക്സേ ഉള്ളൂ, അതിൻ്റെ ഉള്ളിൽ വേറെ സ്ക്വയേഴ്സ് കാണാനുണ്ടാവില്ല. ഈ മെറ്റീരിയലിൽ ഇതിൻ്റെ അകത്ത് കുഞ്ഞു കുഞ്ഞു സ്ക്വയർ ബോക്സസ് ഉണ്ടാവും. അതാണ് മെറ്റീരിയൽ വൈസ് ഡിഫറൻസ് നമുക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നത്. അങ്ങനെയാണ്. അപ്പം ഈ ഒരു മെറ്റീരിയൽ, ഈ ഒരു സാരിയുടെ അകത്ത് ഇതൊരു ബ്ലൂ കളർ സാരിയാണ്. അതിൻ്റെ അകത്ത് ഇതുപോലെ എംബ്രോയ്ഡറി ചെയ്തിട്ടുണ്ട്. ഇത് ലേസി ഡേസിയാണ്. നല്ല കോൺട്രാസ്റ്റ് കളറാണ്, നല്ല എടുത്ത് നിൽക്കുന്ന കളർ കോമ്പിനേഷനാണ്. റെഡ് ബ്ലൗസ് ഇട്ടാൽ നല്ല ഭംഗിയായിരിക്കും. ഇതിൻ്റെ അകത്ത് റെഡ് കളർ ലേസി ഡേസി നല്ല 6 strands വെച്ചിട്ട് തിക്കായിട്ട് തയ്ച്ചിരിക്കുന്നതാണ്. വൈറ്റ് കളർ ഫ്രഞ്ച് നോട്ട്സും കൊടുത്തിട്ടുണ്ട്. ലീവ്സ് ലൈറ്റ് ഒലീവ് ഗ്രീൻ ലീവ്സുമാണ്. നടുക്കൊരു യെല്ലോ ഫ്രഞ്ച് നോട്ടാണ് ഫ്ലവേഴ്സിന് നടുക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു ഡിസൈൻ മുന്താണിയിലുണ്ട്. റണ്ണിങ് പോർഷനിലും അതുപോലെ തന്നെ ഒരു ഡിസൈൻ റണ്ണിങ് പോർഷനിലും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു ഡിസൈൻ റണ്ണിങ് പോർഷനിലും കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഫ്രണ്ടിൽ ഷോൾഡർ പ്ലീറ്റിൻ്റെ അവിടെയാണ്. ഷോൾഡർ പ്ലീറ്റിൻ്റെ അവിടെ 3 ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ 3 ഡിസൈൻ ആണ് ഷോൾഡർ പ്ലീറ്റിൻ്റെ അവിടെ. ഇവിടെ ഒരെണ്ണം, ഒരു ഡിസൈൻ ഇവിടെ, അത് കഴിഞ്ഞ് രണ്ടാമത്തെ, പിന്നെ മൂന്നാമത്തെ, അങ്ങനെ 3 ഡിസൈൻ ആണ് ഷോൾഡർ പ്ലീറ്റിൻ്റെ അവിടെ അടുപ്പിച്ച് വരുന്നത്. പിന്നെ ഇതുപോലത്തെ തന്നെ ഒരു ഡിസൈൻ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും ഉണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഫ്രണ്ടിലെ 3 എണ്ണം, മുന്താണിയിൽ ഒരെണ്ണം, റണ്ണിങ് പോർഷനിൽ ഒരെണ്ണം, പിന്നെ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ ഒരെണ്ണം, മൊത്തത്തിൽ 6 ഡിസൈൻ ആണ് ഉള്ളത്. സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനിങ് ആണ്. ഇതിനകത്ത് റെഡ് ബ്ലൗസ് ഇടുവാണെങ്കിൽ നല്ല എടുത്ത് നിൽക്കുന്നതായിരിക്കും. അപ്പോൾ ഈ സാരിയും റെഡി ഫോർ സീലാണ്. ഇതിൻ്റെ റേറ്റ് 1300 ആണ് ഇതിൻ്റെ റേറ്റ്. ഇന്നത്തെ എല്ലാ സാരിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട സാരീസിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.